ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി വർഗീസ് മാഡമാണ്. മാഡത്തിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷത്തിൽ പരം ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്. PVC പൈപ്പ് ഉപയോഗിച്ച് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജാൻസി മാഡത്തിൻ്റെ വാക്കുകളിലൂടെ. മഴക്കാലത്ത് എല്ലാവരുടെയും സങ്കടമാണ്, പൂന്തോട്ടത്തിൽ പൂക്കളില്ല, പൂക്കളൊക്കെ കുറയുന്നു, പൂന്തോട്ടത്തിൻ്റെ ഭംഗി പോകുന്നു, ചെടികളൊക്കെ ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ചെടി പരിപാലന രീതികളുണ്ട്. ചില ചെടികൾ നമ്മൾക്ക് മഴ നനയാതെ സൈഡിലേക്ക് ഒതുക്കി വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില ചെടികൾക്ക് മഴ ഉണ്ടായാലും അധികം വെള്ളം വരാതെ അന്ന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഷെയ്ഡിൽ വെച്ചാൽ നന്നായിട്ട് പൂവും ഇട്ട് വരുന്ന ഒത്തിരി ചെടികൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ശരിക്കും പൂ ഉണ്ടാകുന്ന സീസണിൽ ഉണ്ടാകുന്ന കുറച്ച് ചെടികളും അതുപോലെ മഴക്കാലത്ത് നമ്മുടെ പൂന്തോട്ടം വെറുതെ ഭംഗിയില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ മഴക്കാലത്ത് എന്തെങ്കിലും നമ്മുടെ ചെടിത്തോട്ടത്തിന് ഒരു ഉണർവ് കിട്ടുന്ന ഇലച്ചെടി പോലെയുള്ള ഹാങ് ചെയ്തെടുക്കുന്ന ചെടികളുണ്ട്. ഇതുപോലെ ആന്തൂറിയം. അപ്പോൾ ഇത് ആന്തൂറിയം ഞാൻ മിനിയേച്ചർ വാങ്ങിയതാണ്. നമുക്കറിയാലോ, വലിയ പൂക്കളുടെ ഉണ്ട്, ചെറിയ പൂക്കളുടെയും ആന്തൂറിയം വരുന്നുണ്ട്, പല വെറൈറ്റികൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം വെറൈറ്റി ഒന്നും വീട്ടിലില്ല. എനിക്കുള്ളത് ഈ വെറൈറ്റിയാണ്. ഇത് വളരെ ചെറിയ പൂവാണ്, പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് അവർ ഇങ്ങനെ കൂട്ടം കൂടി പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ ഭംഗി. അതായത് ചട്ടി നിറഞ്ഞിങ്ങനെ ഇരിക്കും. വൈറ്റുണ്ട്, അതുപോലെ പിങ്കുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് ഇവയുടെ അടിയിൽ നിന്നും കുറച്ച് തൈ നമുക്ക് കുറേ അധികം വന്നിരുന്നു. ഇപ്പോൾ ഞാൻ പറിച്ച് നട്ടതാണ്. അപ്പോൾ ഞാനത് പറിച്ച് നട്ടത് എങ്ങനെയാണെന്നും അത് നമുക്ക് എങ്ങനെ ഭംഗിയിൽ, ഇപ്പോൾ വലിയ ചട്ടികളൊന്നും വേണമെന്നില്ല, ചെറിയ ചട്ടികളായാലും കുറച്ച് ഹോൾസ് ഉള്ള ചട്ടികൾ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ടിന്നുകൾ പോലെ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതിനകത്ത് ഹാങ് ചെയ്തിടാവുന്ന രീതിയിൽ ഞാനിവ പറിച്ച് നട്ട രീതികളും അതുപോലെ അത് സെറ്റ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്ന രീതികളും കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മഴക്കാലത്ത് ഇതുപോലെയുള്ള ചെടികൾ, ആന്തൂറിയം, ഓർക്കിഡ് പോലുള്ള ചെടികൾ ധാരാളം പൂ തരുന്നവയാണ്. അപ്പോൾ നമ്മൾ ചെടി തിരഞ്ഞെടുക്കുമ്പോൾ 2 സീസണിലും നമ്മുടെ ചെടിത്തോട്ടത്തിൽ നിൽക്കാവുന്ന ചെടികൾ തിരഞ്ഞെടുക്കണം. ആന്തൂറിയം, ഓർക്കിഡ് പോലുള്ള ചെടികൾ പറിച്ച് തൈകൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ തണുപ്പുള്ള കാലാവസ്ഥ, അതായത് മഴ സീസൺ. അപ്പോൾ ചൂടുള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെ തൈകൾ പിടിച്ച് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആന്തൂറിയം നടുന്നത് എന്നുള്ള രീതി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ഞാൻ നേരത്തെ കുറച്ച് പ്ലാന്റ്സ് റെഡിയാക്കി ഇതുപോലെ നട്ടിരുന്നു. പിന്നെ ഇത് നോക്കൂ, ഒരു 5 കൊല്ലമെങ്കിലും ആയിട്ട് ഈ ചട്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലാന്റ് ഒത്തിരിയായി, കുറേ പേർക്ക് ഇതിൻ്റെ പ്ലാന്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എന്തായാലും പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അത് നടുന്ന രീതി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. അതിനാദ്യം വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ചട്ടിയാണ്. ഇത് ഓർക്കിഡ് ചട്ടി അല്ലെങ്കിൽ ആന്തൂറിയം ചട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന് 6-7 രൂപയേ ഉള്ളൂ വില. ഇതിപ്പോൾ ഹോൾസെയിലാണെങ്കിൽ 6, മറ്റ് കടകളിൽ 7 രൂപ അവർ വാങ്ങുന്നു തോന്നുന്നു. അതുപോലെ ഇതുപോലത്തെ ചരട്, ഈ ചരട് നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെറിയ പ്ലാസ്റ്റിക്, ഇത് അഴ കെട്ടാനൊക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഹാങ് ചെയ്തിടുന്ന പോട്ടുകളിലൊക്കെ ഈ കയർ ഉപയോഗിക്കാം. 20 രൂപയുള്ള 20 മീറ്റർ കയറുണ്ട്. അപ്പോൾ ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ്. കാരണം ഇപ്പോൾ ഒത്തിരി വിലയുള്ള ചട്ടികൾക്കൊക്കെ. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത ആളുകൾക്കും അതുപോലെ വെയിലില്ല, ഷെയ്ഡാണ്, അതുകൊണ്ട് ചെടികളൊന്നും ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്കൊക്കെ എപ്പോഴും നല്ലത് ഈ ആന്തൂറിയം, ഓർക്കിഡൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹാങ്ങായിട്ട് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പികളിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു മെത്തേഡാണത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇതുപോലെ ചട്ടി, ഇത് തൂക്കിയിടാനുള്ള ഹാങ്ങർ, ഇത് അല്ല നിങ്ങൾക്ക് തൂക്കിയിടേണ്ട, നേരെ ചട്ടിയിലേക്കാണ് വെക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞ മെത്തേഡിൽ നട്ടാൽ മതി കേട്ടോ. അപ്പോൾ കരി വേണം. ഇത് ആന്തൂറിയം ഓർക്കിഡൊക്കെ നടാൻ കരി വേണം, നമുക്കറിയാലോ. അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ ഉള്ളവർക്ക് വേണ്ട കരിയാണ്. ഇത് നമുക്ക് നമ്മുടെ കടകളിൽ ഇപ്പോൾ വിൽപ്പനയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിറക് കത്തിച്ച് കരി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത്
ഓടിൻ്റെ കഷ്ണം, അതുപോലെ മൺചട്ടിയൊക്കെ പൊട്ടിയത് ഞാൻ കളയാറില്ല, അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. ഇത് ചകിരിയുടെ കഷ്ണമാണ്, എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ചകിരിക്ക് പകരം ഇതുപോലത്തെ ചകിരി ചോറ് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത് കുറച്ച് എല്ലുപൊടി, അതിപ്പോൾ നിങ്ങൾ ഇടണ്ട, നമ്മൾ നട്ടൊന്ന് ഒരു ഇതായിട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും തൂളി കൊടുക്കണം. അതിപ്പോൾ വേണ്ട, ഇപ്പോൾ ഇടണ്ട. ഇപ്പം നടുന്ന രീതി ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് അതെങ്ങനെയാണ് ഹാങ് ചെയ്തിടുന്നതെന്നും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ പോട്ടിലേക്ക് അല്പം നമ്മുടെ പൊട്ടിച്ച് നമ്മൾ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ഓടിൻ കഷ്ണം അല്ലെങ്കിൽ ഈ ഇഷ്ടികയുടെ കഷ്ണം ഉണ്ടാവും, അതിടാം. അതിനകത്തേക്ക് വീണ്ടും കുറച്ച് 2-3 കരി. ഞാൻ ഈ ആന്തൂറിയം നടന്നതിൽ കുറച്ച് ചാണകപ്പൊടി ജസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട്. അത് അങ്ങനെ എഴുകി പോകില്ല, നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാണകപ്പൊടി, ഉണക്ക ചാണകം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തോളൂ, അധികം പൊടിയാവാത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ചെറിയ ഇതുപോലത്തെ ചകിരി കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ചകിരി കഷ്ണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്പം ചകിരി ചോറാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അറിയാലോ, ഇങ്ങനെ ഒരു ചെറിയ ചെടി വെക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ കുഴി പോലെ ഒന്ന് ജസ്റ്റ് ആക്കി വെക്കുക. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി നമ്മളെടുത്തിട്ട് ഇതിന് ഈ തൂങ്ങിക്കിടക്കുന്ന വേരുകൾ പുറത്തേക്ക് പോരാവുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും കുറച്ചും കൂടി ഈ ഓടും കഷ്ണവും നമ്മുടെ ഇതൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് വെച്ച് സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വെക്കുകയാണ്. ഈ സപ്പോർട്ട് മാത്രമല്ല കേട്ടോ വെക്കുക, ഇത് എയറിൽ ഞാൻ നിന്ന് വളരാനായിട്ടുള്ളൊരു നല്ലൊരു ചാലകം കൂടിയാണ് ഈ കരിയും ഈ ചിരട്ടയും ഒക്കെ. അപ്പോൾ അത് എന്തായാലും നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓർക്കിഡ്, ആന്തൂറിയം പോലുള്ള ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെയുള്ള ചെടികൾക്ക് ഈ കരി ഇട്ടു. അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് സെറ്റായെന്ന് തോന്നി പിന്നെ വേറെ ഒന്നും ചെയ്യില്ല. കുറച്ച് കട്ടയും കൂടി ഇട്ട് ഈ വേരുകൾ പുറത്തേക്ക് നിൽക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇവയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഇരുന്നാൽ മതി, അനങ്ങാതെ ഒന്ന് ഇരിക്കാവുന്ന രീതിയിൽ കണ്ടോ. അപ്പം ഇത് നമ്മൾ തൂക്കിയിടാവുന്ന രീതിയിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇടാം. അങ്ങനെ നമ്മുടെ ആന്തൂറിയം ഹാങ്ങിങ് പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവയ്ക്ക് ഈ ആന്തൂറിയത്തിനും ഓർക്കിഡിനും ഗ്രൗണ്ട് ഓർക്കിഡിനും ഒക്കെ ഞാൻ ചെയ്യുന്ന വളപ്രയോഗ രീതി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഗ്രീൻ കെയർ, ഇതൊരു ഹോർമോൺ വളമാണ്. വളരെ ചെടികൾക്ക് പൂവിടാനും അവരുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഹോർമോൺ വളമാണിത്. ഇത് നല്ല ഈൽഡ് കിട്ടാനും അതുപോലെ ചെടി നല്ല കരുത്തായിട്ട് വളരാനും ഓർക്കിഡ് ഏത് പൂക്കൾക്കായാലും ഏത് പച്ചക്കറികൾക്കായാലും നമ്മളിത് യൂസ് ചെയ്യാം. അതുപോലെ 3-4 ടൈപ്പുകൾ തന്നെ വരുന്നുണ്ട്. അതായത് ചെടികളുടെ ഗ്രോത്തിന് വരുന്നുണ്ട്, അതുപോലെ അത് നല്ല പുഷ്ടിയോട് വളരാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1-2 ഇതുപോലത്തെ ഗ്രീൻ കെയർ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, അതായത് ഇതിനകത്ത് ഓരോ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, എത്ര അളവ് വേണം, ഓരോ ചെടിയുടെ അളവിന് വലിപ്പം അനുസരിച്ച് എത്ര വേണമെന്ന് അവർ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും എല്ലാ ചെടികൾക്കും ഇത് ചെടികൾക്ക്, പച്ചക്കറികൾക്ക്, അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ്, മാവ് അല്ലെങ്കിൽ കോവയ്ക്ക, അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏത് പച്ചക്കറികൾക്കും ഇത് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂവിടാനും നല്ല വിളവ് ലഭിക്കാനും എന്നെ വളരെ വർഷങ്ങളായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നത്, ഇത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാവുന്ന ജൈവ മാലിന്യം എന്ന് പറയാൻ പറ്റില്ല, അരിക്കാടി, അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം, പച്ചക്കറികളുടെ വേസ്റ്റ്, അതായത് അസിഡിറ്റി പവർ ഇല്ലാത്ത പച്ചക്കറികൾ, നമ്മുടെ സബോളത്തുണ്ട്, ഉള്ളിത്തുണ്ട്, മുട്ടത്തോട്, അതുപോലെ ഏത്തപ്പഴം, ഏത് പഴമായാലും പഴത്തിൻ്റെ തോല്, ചായച്ചണ്ടി, ഇവയൊക്കെ നമുക്ക് ഡെയിലി നമ്മുടെ വടക്കയിൽ ഒന്ന് വെറുതെ വലിച്ച് എറിഞ്ഞ് കളയാതെ ഒരു വലിയൊരു പാത്രത്തിൽ, പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മളത് ശേഖരിച്ച് വെച്ചിട്ട് അതിൻ്റെ തെളി ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒരു ബോട്ടിലൊരു ഹോളൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ആന്തൂറിയത്തിനും ഓർക്കിഡിനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വെറുതെ വെള്ളം ഒഴിക്കുന്നതിലൊക്കെ ഏറ്റവും നല്ലത് ഇവയുടെ പോട്ടിൽ എപ്പോഴും ചെറിയ ഈർപ്പം നിൽക്കണം, എങ്കിലാണ് ഇവർ നല്ല കരുത്തോട് വളരുള്ളൂ. അതുപോലെ നമ്മൾ ഗ്രീൻ കെയർ ഇതുപോലെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് എപ്പോഴും സ്പ്രേ ചെയ്ത് വെക്കാനായിട്ട് റെഡിയാക്കി നമ്മൾ വെക്കണം. ഇത് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇവയുടെ ഈ വേരുകളിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വേരുകളിൽ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇവ കെയറിൽ നിന്ന് വളം വലിച്ചെടുക്കാനും ഇതിനൊക്കെ കരുത്ത് കിട്ടാം. ഇത് ഞാൻ ഇതിനകത്തല്ല കേട്ടോ ഹാങ് ചെയ്ത് എടുക്കാനായിട്ട് ഉണ്ടാക്കിയത്. ഇതിന് വേറൊരു സ്റ്റാൻഡ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
അപ്പോൾ ഇവയ്ക്ക് അടിക്കുമ്പോഴും നമ്മൾ ഈ വേരിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും. പിന്നെ അതുപോലെ തണ്ടിൽ, ഇലയിൽ, ഇതിൻ്റെ മുകളങ്ങളിലൊക്കെ അടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ജൈവവളത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ എൻ്റെ അടിവളം, അത് ഏത് ചെടിക്കും ഇട്ടാൽ, അത് ആന്തൂറിയം ഓർക്കിഡും മാത്രമല്ല, എൻ്റെ ഇവിടെ എല്ലാ ചെടികൾക്കും ഞാൻ വെള്ളം നേരെ പച്ചവെള്ളം ഒഴിക്കുന്നത് കുറവാണ്. നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് കിട്ടുന്ന ഈ അടുക്കളയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വളം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് എപ്പോഴും പൂ ഉണ്ടായി നിൽക്കാനും ചെടികൾക്ക് നല്ല കരുത്ത് കിട്ടാനും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ ഹാങ് ചെയ്തിടാനാണ് ഇപ്പോൾ ആന്തൂറിയം നമ്മൾ സെറ്റ് ചെയ്തത്. ഇതുണ്ടോ, എല്ലാവർക്കും ഇഷ്ടമായോ? നന്നായിട്ടുണ്ടോ? ഇതുപോലെ ഒരു നീളമുള്ള പൈപ്പോ കമ്പി എന്തെങ്കിലും നമ്മൾ മണ്ണിൽ സിമെൻറ്റിലോ മണ്ണിലോ ഉറപ്പിക്കാം. അതിനുശേഷം അതിൽ ഇത്രയും വലിപ്പത്തിലുള്ള നമ്മുടെ കയ്യിലുള്ള കമ്പിയുടെ അനുസരിച്ചുള്ള വലിപ്പത്തിൽ ഇതുപോലെ സ്റ്റിയറിങ് പോലെ കമ്പി ഉണ്ടാക്കുക. അതിൽ ഇതുപോലെ ഹാങ് ചെയ്തെടുക്കുന്ന പോട്ടിൽ റെഡിയാക്കിയിട്ട് എസ്കുളത്ത് ഉപയോഗിച്ച് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ കമ്പി വളച്ചെടുത്ത് റെഡിയാക്കിയേക്കുന്നതാണ്. ഇതുപോലെ കണ്ടാ. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കും അതുപോലെ വെയിൽ ഇല്ലാതെ ഇങ്ങനെ ഷെയ്ഡാണെന്ന് പറയുന്നവർക്കൊക്കെ ഈ ഐഡിയ നല്ലതാണ്. ആ സൈഡിൽ ഇതുപോലെ കമ്പി ഉണ്ടാക്കി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ റൗണ്ട് വേണമെന്നില്ല, നമുക്ക് നീളത്തിൽ കമ്പിയാണ് കിട്ടുന്നതെങ്കിൽ അത് ഉറപ്പിച്ചാലും മതി. ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമ്മൾ പിടിപ്പിച്ചിട്ട് അതിനകത്ത് തൂക്കിയിട്ടാലും മതി. അപ്പോൾ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്.